പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ ബഹളം. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ये आपकी पार्टी के संस्कार नहीं रहे, लेकिन जो नई पीढ़ी जिस तरीके के संस्कार कर रही है वो सारा देश देख रहा है। किस तरीके से जनता के करोड़ों रुपए खर्च संसद में होते हैं। मैं पुनः आपसे आग्रह करता हूं, आप सब मानिए, लाखों लोगों ने आपको चुनकर भेजा है। लोगों की अपेक्षाएं आकांक्षाओं को उठाने के लिए तख्तियां लेकर मेजें खोदने के लिए नहीं भेजा है। मैंने पुनः आपसे आग्रह किया है, आप अपने अपने आसन पर जाएं। प्रश्नकाल के बाद नियमों के तहत आपको हर मुद्दे पर बोलने दिया जाएगा। मैं फिर कह रहा हूं, तख्तियां लेकर आने पर सदन नहीं चलेगा। आप या तो सीट पर जाएं, नहीं तो सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है। ഇപ്പോൾ ലോക്സഭാ നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 മണിവരെ ലോക്സഭാ നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമായിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ തുടർച്ചയായുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ അംഗങ്ങൾ സഹകരിക്കണമെന്ന് നേരത്തെ സ്പീക്കർ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കുകയാണ് എന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. 2 മണിവരെ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചു. നേരത്തെ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ഉണ്ടായി. ഇന്ത്യ മുന്നണിയിലെ എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള പ്രതിഷേധമാണ് ഇന്നും ലോക്സഭയിൽ ഉണ്ടായത്. സ്പീക്കർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചോദ്യോത്തര വേളയിലേക്ക് കടക്കാൻ, ആ നടപടികളിലേക്ക് കടക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു സ്പീക്കർ. എന്നാൽ പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് 2 മണിവരെ ലോക്സഭാ നടപടി ക്രമങ്ങൾ നിർത്തിവെച്ചു. വിനീത വി ജി വിവരങ്ങളുമായി. വിനീത, ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു അല്ലേ? തീർച്ചയായും അനുജ, ഇന്നും പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പാർലമെന്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പാർലമെന്റിന്റെ പുറത്താണ് ഇന്ന് ഇന്ത്യ ബ്ലോക്ക് മുന്നണി എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം സഭയിൽ ശക്തമായി പ്രതിപക്ഷ എംപിമാർ ഉന്നയിക്കുകയും അതിൽ അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് എംപിമാർ പാർലമെന്റ് ഹൗസിന് പുറത്തെത്തി ശക്തമായ പ്രതിഷേധവും നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് തന്നെയാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യ മുന്നണി എംപിമാർ നടത്തുന്നുണ്ട്. ചെയർപേഴ്സൺ, പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ രാവിലെയോടുകൂടി സഭ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ഈ വിഷയം പാർലമെന്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ശക്തമാക്കാനും ഒക്കെ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയം നിരന്തരമായി പാർലമെന്റിൽ ഉന്നയിക്കുന്നത്. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ പ്രതിഷേധത്തിൽ സോണിയാഗാന്ധിയും പങ്കെടുത്തിട്ടുണ്ട്. അതാണ്, പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഉണ്ടായത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഇന്നും ഉയർത്തിയത്. പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു. അതിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് സ്പീക്കർ സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷം കൂട്ടാക്കിയില്ല. തുടർന്ന് നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലേക്ക് നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ പിരിയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്.